ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിത്ത് മീ കൃഷ്ണ. ഇത്രയും ചാട കാണിച്ച് പോകുന്നത് നിങ്ങളുടെ വിചാരിക്കത്തില്ലേ? അതാണ് ബി.എഡിൻ്റെ 1 മന്ത് ഇൻഡക്ഷൻ. അത്രയും നാൾ ക്ലാസ്സിലുള്ള കുട്ടികളുടെ മിസ്സിൻ്റെ മുന്നിൽ തകർത്തഭിനയിച്ച കുറച്ച് പരിപാടികൾ ഉണ്ടാവും. ആ പരിപാടികളും അടവുകളും ഒന്നും ഇറക്കാൻ പറ്റാത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് 1 മന്ത് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഈ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ സ്ട്രഗിൾസൊക്കെ ഞങ്ങൾക്കും കുറച്ച് മനസ്സിലാകാൻ തുടങ്ങിയത്. കാരണം അപ്പോഴാണല്ലോ നമ്മൾ ശരിക്കുള്ള സ്റ്റുഡൻസിനോട് കുറച്ച് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ വരുന്നത്. ഇവിടെ സാരി എടുക്കുന്നത് പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല കേട്ടോ. എന്നാലും ഞങ്ങൾ പരമാവധി ഷോ കാണിച്ച് സാരി എടുത്ത് തന്നെ പോകാറുള്ളൂ. ഈ കാണുന്ന ഒറ്റ PPT പ്രഹസനം കൊണ്ടൊന്നും നമുക്ക് ക്ലാസ്സിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല കേട്ടോ. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആക്ടിവിറ്റി കാർഡുകളും ചാർട്ടുകളും എല്ലാം ഉണ്ടാവും. ലെസൺ പ്ലാനിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് മാത്രമല്ല, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് ടീച്ചറായിട്ട് നമ്മൾ പോകുമ്പോൾ അവർ കുറച്ചെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചിരിക്കുള്ളൂ. കോളേജിൽ എടുത്ത് തകർത്ത ക്ലാസ്സിൻ്റെ ബലത്തിൽ എനിക്കൊരു മുൻധാരണ ഉണ്ടായി. ആദ്യത്തെ ദിവസം തന്നെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും കയ്യിലെടുക്കാം. പക്ഷേ എൻ്റെ അധിക ഭാഗ്യമുണ്ട്, അന്ന് തന്നെ എൻ്റെ മിസ് ഒബ്സർവേഷന് വേണ്ടിയിട്ട് എൻ്റെ ക്ലാസ്സിൽ വന്നു. പിന്നെ അതുകൊണ്ട് ഏതായാലും 2 ഗുണമുണ്ടായി. ഒന്ന്, എനിക്ക് എൻ്റെ വീക്ക് പോയിൻറ്റ്സ് എന്താണെന്ന് കറക്റ്റ് മനസ്സിലായി. 2, കുട്ടികൾക്ക് എന്നെപ്പറ്റിയുള്ള മുൻധാരണ ഇത്തിരി മാറി കിട്ടി. പക്ഷേ സത്യം പറയാമല്ലോ, എൻ്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്ന അവസാനം എൻ്റെ കുട്ടികളെന്നാണ് ഞാൻ പറയും. പിന്നെ എടുത്ത് പറയാനുള്ളത് ഞങ്ങളുടെ സ്റ്റാഫ് റൂമിനെ പറ്റിയാണ്. എന്ന് വെച്ചാൽ സ്റ്റുഡൻറ്റ് സ്റ്റാഫ് റൂം. ക്ലാസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻ്റർടൈൻമെൻ്റ് ഉള്ളത് ഇവിടെയാണ്. എൻ്റെ ക്ലാസ്സിലെ കുട്ടികളെ കണ്ടില്ല, ഞാൻ പോകുന്നതിൻ്റെ എന്താണ് ഇവർ ഇത്രയും സന്തോഷത്തോടെ ഞാൻ കണ്ടത്. അപ്പോൾ ഇൻഡക്ഷൻ്റെ പ്രാവശ്യം ഇത്രേ ഉള്ളൂ. ഇനി പൊക്കോ. ബൈ ബൈ.